ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തിയാണ്, കട്ട ചമ്മന്തിയാണ്. അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 6 തൊട്ട് 10 അല്ലി വരെ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്താൽ ഇതിന് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടില്ല. ചുമന്നുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ മുളക് പൊടിക്ക് എരിവ് അത്ര നല്ലപോലെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മുളക് പൊടിക്ക് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് ചേരുവ മാത്രമേ ഉള്ളൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചാൽ മതി. ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. തേങ്ങ കാണുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ചൂട് ദോശയുടെ കൂടെ കഴിച്ചാൽ നല്ല സൂപ്പറാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക്